ഗൈസ് അങ്ങനെ സ്വിഗ്ഗി ഓടാനാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പനി പറയുന്നത് ഞായറാഴ്ച ഏകദേശം 2000 രൂപ വരെയൊക്കെ സമ്പാദിക്കാമെന്നാണ് സ്വിഗ്ഗി കമ്പനി പറയുന്നത്. ഞാൻ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. ഞാൻ പോകുന്നത് വട്ടപ്പാറ നിന്നാണ്. ഏകദേശം 12 കിലോമീറ്റർ ഉണ്ട് എനിക്ക് തിരുവനന്തപുരം വരെ. കാരണം പരുത്തിപ്പാറ ചെന്നാലാണ് സോൺ ആരംഭിക്കുന്നത്. സോണിൽ ചെന്നാൽ മാത്രമേ നമുക്ക് സ്വിഗ്ഗി ഓൺ ആക്കാൻ പറ്റത്തുള്ളൂ. കമ്പനി പ്രത്യേക സർജുകളൊക്കെ ഇന്ന് ഇട്ടിട്ടുണ്ട്. 12 മുതൽ 3 വരെ 8 രൂപയും 7 മുതൽ 10 വരെ 10 രൂപയാണ് സർജ് ഇട്ടിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം, ഒരു ദിവസം ഞായറാഴ്ച സ്വിഗ്ഗി ഓടിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എത്രത്തോളം വരുമാനം കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം മറക്കാതെ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സഹായിക്കണം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ പരുത്തിപ്പാറ എത്തിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് നാലാഞ്ചിറ പെട്രോൾ പമ്പിൽ നിന്ന് 200 രൂപയുടെ പെട്രോൾ അടിച്ചിട്ടുണ്ട്. എൻ്റെ വണ്ടി പ്ലാറ്റിനയാണ്, അപ്പോൾ എനിക്ക് 200 രൂപ മതിയാകും ഒരു ദിവസം ഓടാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഞാൻ പരുത്തിപ്പാറ കുറച്ച് റോഡിൽ നിന്ന് കുറച്ച് അകത്തോട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പം സമയം 11:15. ഞാൻ സ്വിഗ്ഗി ഓൺ ആക്കാൻ പോവുകയാണ്. പിന്നെന്ന് പറഞ്ഞാൽ എൻ്റെ സ്ലോട്ട് 11 to 4, 4 to 7, 7 to 10. എനിക്കുള്ളൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ സ്ട്രക്ചറാണ്. അപ്പോൾ ഈ 11 to 4 എടുത്ത് 3 ഓർഡർ എടുത്താൽ എനിക്ക് 95 രൂപ ഇൻസെന്റീവ് കിട്ടും. അതുപോലെ 4 to 7 2 ഓർഡർ എടുത്താൽ എനിക്ക് 55 രൂപ. അതുപോലെ 7 to 10 3 ഓർഡർ എടുത്താൽ എനിക്ക് 95. അപ്പം ഈ 3 സ്ലോട്ടും ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും 245 രൂപ എനിക്ക് എന്തായാലും കിട്ടും. പിന്നെ ഈ ഓരോ സ്ലോട്ടിലും അരമണിക്കൂർ വീതം ഓഫ് ചെയ്യാനും പറ്റും. ഇപ്പം 11:15. ഞാൻ ഈ 11:15 ഇപ്പോൾ ഓൺ ആക്കുന്നത്. അപ്പൊ എനിക്കിനി 15 മിനിറ്റ് മാത്രമേ ബ്രേക്ക് ഉള്ളൂ. കറക്റ്റ് 11 മണിക്ക് ഞാൻ കയറി കഴിഞ്ഞാൽ എനിക്ക് അരമണിക്കൂർ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എന്തായാലും സ്വിഗ്ഗി ഇതേ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്റെ വണ്ടിയുടെ കിലോമീറ്റർ ഇപ്പം 80,220 കിലോമീറ്റർ ആണ്. ഞാൻ സ്വിഗ്ഗി ഓൺ ആക്കിയപ്പോൾ മുതലുള്ള കിലോമീറ്റർ 80,220 ആണ്. അപ്പൊ നമുക്ക് നോക്കാം ഇനി ഓർഡർ അടിക്കുന്നുണ്ടോ എന്ന്. ഗൈസ്, അങ്ങനെ ആദ്യത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ ഓർഡർ. ഫ്രൂട്ട് ബേ 64 രൂപയ്ക്ക് 12 കിലോമീറ്റർ 64. ഈ 22 രൂപ റിട്ടേൺ ബോണസ് ഉണ്ട്. അത് 22 രൂപ റിട്ടേൺ ബോണസ് ഉണ്ട്, അത് കിട്ടത്തില്ല. അടുത്ത ഓർഡർ ഒന്നുകൂടി അടിച്ചിട്ടുണ്ട്. അത് 20 രൂപ ടിപ്പോട് കൂടി 30 രൂപയ്ക്കാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി, ഏത് കസ്റ്റമറാണ് 10 രൂപ എടുത്ത് ഓർഡർ ചെയ്യുന്നത്? 10 രൂപയാണ് ഓർഡറിന് കിട്ടുന്നത്, 20 രൂപ ടിപ്പ്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ഓർഡർ അടിച്ച് ഏകദേശം 64 10 74 രൂപ. 15 കിലോമീറ്ററോളം സഞ്ചരിക്കണം അതിന് 75 രൂപയ്ക്ക്. എന്തായാലും നമുക്ക് നേരെ ഇനി ഫ്രൂട്ട് ബേയിലേക്ക് പോവാം. ഗൈസ്, അങ്ങനെ ആദ്യത്തെ 2 ഓർഡറും കിട്ടി. കുറവങ്കോണം ഫ്രൂട്ട് ബേ എന്നാണ് എനിക്ക് ഓർഡർ അടിച്ചത്. അപ്പൊ 2 ഓർഡറും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഓർഡറുമായിട്ട് നേരെ ഇനി പുളിയറക്കോണത്തേക്കാണ് പോകുന്നത്. അറിയാലോ പുളിയറക്കോണം എത്ര ദൂരം ഉണ്ടാകുന്നു. 64 രൂപയ്ക്കാണ് ഈ ഓർഡർ അടിച്ചത്. എന്തായാലും ട്രാവലിങ്ങിന്റെ വീഡിയോ എടുക്കത്തില്ല, കാരണം എനിക്ക് ട്രാവലിംഗ് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, ബൈക്ക് ഓടിക്കണം. അതുകൊണ്ട് ട്രാവലിംഗ് വീഡിയോ ഇല്ല. എന്തായാലും നേരെ പുളിയറക്കോണം കസ്റ്റമറിന്. ഗൈസ്, അങ്ങനെ ആദ്യത്തെ ഓർഡർ ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഏകദേശം 12 കിലോമീറ്റർ ഞാൻ സഞ്ചരിച്ചതിന് എനിക്ക് കിട്ടിയത് 64 രൂപയാണ്. ഞാൻ പരുത്തിപ്പാറ നിന്നും ഏകദേശം പുളിയറക്കോണം വരെ എത്തിയിട്ടുണ്ട്. പുളിയറക്കോണം അടുത്ത് വരെ. എന്റെ സോൺ പട്ടമാണ്. തിരിച്ച് ഈ 8 കിലോമീറ്ററോളം ഞാൻ സോണിനകത്തേക്ക് ഓടിക്കയറണം. അപ്പൊ 12, 8, 20 കിലോമീറ്റർ. 20 കിലോമീറ്റർ എനിക്ക് ആകെ കിട്ടിയത് 64 രൂപയാണ്. ഡബിൾ ഓർഡറാണ് അടിച്ചത്. ആദ്യത്തെ ഓർഡർ ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ ക്യാൻസൽ ആയി. അപ്പൊ റെസ്റ്റോറന്റിൽ എത്തിയതിന് എനിക്ക് 10 രൂപയും കിട്ടിയിട്ടുണ്ട്. ഏകദേശം 20 കിലോമീറ്റർ ഓടിയതിന് 74 രൂപ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇനിയും സമയമുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത ഓർഡറിലേക്ക് വീണ്ടും ഞാൻ പേരൂർ കടയിലേക്ക് പോവുകയാണ്. ഗൈസ്, അങ്ങനെ പീക്ക് ടൈം ഏകദേശം കഴിയാറായി. ഇപ്പൊ സമയം 3:30 ഇതിനിടയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചായിരുന്നു. ആ ഓർഡറിന് ശേഷം പിന്നെയും 3-4 ഓർഡർ കിട്ടിയായിരുന്നു. ഇപ്പൊ ഭക്ഷണം കഴിച്ചത് അമ്പലമുക്ക് ജംഗ്ഷനിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. സായി ആനന്ദാസ്, നല്ല ഹോട്ടലാണ്. 90 രൂപയാണ് ഹോട്ടല്. ഇപ്പം 4 മണിക്കൂറും 10 മിനിറ്റും ലോഗിൻ ടൈം 283 രൂപയായി എൻ്റെ ഏണിങ്സ്. ഇപ്പൊ കിലോമീറ്റർ 271 ആയിട്ടുണ്ട്. ഏകദേശം 51 കിലോമീറ്ററാണ് ഞാൻ സ്വിഗ്ഗി ഓൺ ആക്കിയിട്ട് ഓടിയിട്ടുള്ളത്. ഇനിയും വൈകുന്നേരം വരെ സമയമുണ്ട്. അപ്പം 283 രൂപയായിട്ടുണ്ട്. 200 രൂപയുടെ പെട്രോൾ അടിച്ച് 90 രൂപയ്ക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഹോട്ടൽ പാരഗൺ ആണ്. തിരുവനന്തപുരം പാരഗണിന്റെ ഫ്രണ്ടിലാണ്. ഏകദേശം 9 ഓർഡർ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. 7 മണിക്കൂറോളായി ലോഗിൻ ടൈം. 7 മണിക്കൂർ 379 രൂപ. 4 മണിക്ക് ശേഷമുള്ള ഷിഫ്റ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഷിഫ്റ്റിനെ അവസാനിക്കാൻ. ഈ 1 മണിക്കൂറിനിടയ്ക്ക് 2 ഓർഡർ പോലും കിട്ടിയില്ലെങ്കിൽ ഇൻസെന്റീവും ഇല്ല, ഒന്നുമില്ല. ശോകമാണ് അവസ്ഥ. ഇതാണ് തിരുവനന്തപുരത്തെ സ്വിഗ്ഗിയുടെ അവസ്ഥ. ഇപ്പൊ 10 രൂപ സർജും ഉണ്ട്. പക്ഷേ ഏകദേശം 7 മണിക്കൂർ 379 രൂപ. ഈ 4-നും 7-നും ഇടയ്ക്കുള്ള ഷിഫ്റ്റിൽ 1 ഓർഡർ പോലും കിട്ടിയിട്ടില്ല. എന്റെ പുറകിലായിട്ട് ഒരുപാട് സ്വിഗ്ഗിയും സൊമാറ്റോയുടെ ആളുകളൊക്കെ, ഇഷ്ടംപോലെ ആളുകൾ ഓർഡറിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ 1 മണിക്കൂർ കൂടി സമയമുണ്ട്. അതുകൊണ്ട് 2 ഓർഡർ കിട്ടി കഴിഞ്ഞാൽ. ഗൈസ്, ഇതുവരെയായിട്ടും ഓർഡറൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തെ സ്ക്വയർ വൺ മേഡാണ്. ഇവിടെ കേക്കിൻ്റെ ഫെസ്റ്റ് നടക്കുകയാണ്.
24-ാം തീയതി വരെയാണ് ഇവിടെ കേക്ക് ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം വരുന്നവരെല്ലാവരും ഇവിടെ ഒന്ന് കയറണം. ഒരുപാട് കേക്കുകളുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് കേശവദാസപുരത്താണ്. കേശവദാസപുരത്ത് നിന്ന് പരുത്തിപ്പാറയ്ക്ക് പോകുന്ന വഴിയിൽ ഇടതുവശത്തായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ മാക്സിമം കഴിയുന്നവരെല്ലാം ഇവിടെ കയറുക. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഗൈസ്, അങ്ങനെ എന്തായാലും രണ്ടാമത്തെ ഓർഡറും ലഭിച്ചിട്ടുണ്ട്. ഇപ്പം 55 രൂപ ഇൻസെൻറ്റീവും കിട്ടും. അപ്പോൾ എന്തായാലും 4 മണിക്കും 7 മണിക്കും ഇടയ്ക്കുള്ള ഷിഫ്റ്റിൽ വെറും 2 ഓർഡറാണ് ലഭിച്ചത്. 6 മണിക്ക് ശേഷമാണ് ആദ്യത്തെ ഓർഡർ ലഭിച്ചത് പോലും. എന്തായാലും 2 ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന കണ്ണമൂലയിലാണ്. എൻ്റെ ലാസ്റ്റ് ഷിഫ്റ്റാണ്. 7 മണിയുടെ ഷിഫ്റ്റ് തുടങ്ങി. ഇപ്പം ഏകദേശം 7:10 ആയിട്ടുണ്ട്. ഏകദേശം 85ഓളം കിലോമീറ്റർ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. എൻ്റെ ഏണിങ്സ് 458. എന്തായാലും ലാസ്റ്റ് ഷിഫ്റ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം 2000 ഞായറാഴ്ച കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് ഇന്ന് നോക്കാം. ഗൈസ്, അങ്ങനെ 7 മണിക്ക് ശേഷം ഏകദേശം 3 ഓർഡർ എനിക്ക് അടിച്ചിട്ടുണ്ട്. ഇപ്പം 14 ഓർഡർ 627 എൻ്റെ ഏണിങ്സ്. 14 ഓർഡർ 627. 9.5 മണിക്കൂറായി എൻ്റെ ഡ്യൂട്ടി. 9.5 മണിക്കൂർ എൻ്റെ ഡ്യൂട്ടി ആയിട്ടുണ്ട്. അപ്പം രാവിലെ 11 മണിക്ക് ഞാൻ കയറിയതാണ്. ഇപ്പൊ കമ്പനി പറയുന്ന ടൈം എത്തിയിട്ടുണ്ട്. 9.5 മണിക്കൂറാണ് കമ്പനി ഡ്യൂട്ടി പറയുന്നത്. ആ 9.5 മണിക്കൂർ ഞാൻ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏണിങ്സ് 14 ഓർഡർ 627. ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചു. പിന്നെ 90 രൂപ, 200 രൂപ പെട്രോള്, പിന്നെ 20 രൂപ ചായ കുടിച്ചത്. അപ്പം എക്സ്പെൻസ് എത്രയാണെന്ന് നമ്മൾ നോക്കണ്ട. പിന്നെ വണ്ടിയുടെ ചെലവ്. അപ്പം എന്തായാലും 10:30 വരെ ഉണ്ട്. 10:30 കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തായാലും 3 ഓർഡർ കഴിഞ്ഞു. ഇനി ബാക്കി എത്ര കിട്ടുമെന്ന് നോക്കാം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും മറക്കരുത്. അങ്ങനെ അവസാന ഓർഡറും കൊടുത്തു. ഇത് മണ്ണന്തലയാണ് ലാസ്റ്റ് ഓർഡർ കൊടുത്തത്. അപ്പം 11 മണിക്കൂറും 22 മിനിറ്റും ഞാൻ ഇന്ന് സ്വിഗ്ഗിയിൽ ഓടിയത് 17 ഓർഡറാണ് എടുത്തത്. അപ്പൊ എനിക്ക് കിട്ടിയ വരുമാനം 725. ഈ 725-നൊപ്പം ഏകദേശം 245 രൂപയോളം എനിക്ക് ഇൻസെന്റീവും കൂടി കിട്ടും. അപ്പൊ ഏകദേശം എത്രയായി? 1000 രൂപ കിട്ടിയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. നാളെ എന്തായാലും ഇൻസെന്റീവ് വരുമ്പോഴാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്. എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥ. സത്യം പറഞ്ഞാൽ തളർന്നു, ഒരുപാട് ക്ഷീണിച്ചു. 11 മണിക്കൂറോളം വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാലോ ഇത് മണ്ണന്തലയാണെന്നുള്ള കാര്യം. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഡെലിവറി ബോയ്സിന്റെ അവസ്ഥ. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ തിങ്കളാഴ്ച അടുത്ത വീഡിയോ വരും. അപ്പൊ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ തിങ്കളാഴ്ച അടുത്ത സ്വിഗ്ഗിയുടെ വീഡിയോ നമുക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗൈസ്, അങ്ങനെ എന്തായാലും ഞായറാഴ്ചത്തെ സ്വിഗ്ഗിയുടെ ഓട്ടം നിങ്ങളെല്ലാവരും കണ്ട്. ഇപ്പോഴത്തെ ഇൻസെൻറ്റീവ് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. 970 രൂപ 11 മണിക്കൂറും 22 മിനിറ്റും ജോലി ചെയ്തതിന്. അപ്പോൾ ഇതാണ് അവസ്ഥ. എന്തായാലും ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച രാവിലെ ഇനി തിങ്കളാഴ്ചത്തെ ഏണിങ്സ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇനിയും നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ തരുന്ന ചെറിയ ചെറിയ സപ്പോർട്ടാണ് എൻ്റെ പോലുള്ളൊരു വിജയം. അപ്പോൾ എല്ലാവർക്കും നന്ദി.